ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം. ഇന്ന് രാവിലെ തന്നെ അമ്മച്ചി പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്. കടലക്കറി വെച്ചത് ഞാനാണ്. നമ്മൾ നല്ല കിടുക്കാച്ചിയായിട്ട് സെറ്റാവും. എന്താണ് ചാച്ചു? ക്ലാസ്സോ? ബേബിച്ചി എന്താ ചെയ്യണേ? എന്താ കഴിക്കുന്നത്? പുട്ടാണോ കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? ഹലോ ഗൈസ്, കൊച്ച് പുട്ട് കഴിക്കാണ്. ബേബിച്ചി എന്താ കഴിച്ചാ? പുട്ട് കഴിച്ചോ? ഓക്കെ, സൂപ്പർ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഒന്ന് ടെറസിന്റെ മുകളിലേക്ക് കയറാണ്. അടുത്ത അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ഒരു ദിവസം മഴയൊക്കെ ആരും കാരണമുണ്ട് നമുക്ക് ചെടികളുടെ അടുത്തേക്കൊന്നും പോകാനൊന്നും പറ്റിയൊന്നുമില്ല. ആഹാ, അടിപൊളി. വാഴയില് ഇപ്പം ഇങ്ങനെ മൂക്കുമോന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കൊള്ളാലോ. നമ്മുടെ 2 സെന്റ് സ്ഥലത്തിലാണ് കേട്ടോ. 2 സെന്റ് സ്ഥലമുള്ളൂ. ഈ 2 സെന്റ് സ്ഥലത്തിലാണ് നമ്മൾ ഇത്രയും ചെടികളും കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, പച്ചയായിട്ടുണ്ട്. അപ്പം എന്തായാലും അത് കഴിക്കാൻ പറ്റും. അതിൻ്റെ റെഡ് മുട്ടാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആവില്ല എന്നൊക്കെയാണ് അമ്മച്ചിയുടെ തിയറി. കൊള്ളാലോ. പേരയുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കിളികളെ പേടിച്ചിട്ട് കെട്ടിയിട്ടേക്കാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഉണ്ടായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കൊള്ളാം. തവണ ഡ്രാഗൺ ഫ്രൂട്ട് 2 കൽപ്പിച്ചാന്ന് തോന്നുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് 2 കൽപ്പിച്ചല്ല, അമ്മച്ചി 2 കൽപ്പിച്ചാണ്. കാരണം എല്ലാ തവണയും ഒരെണ്ണമാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. കഴിഞ്ഞ 9 വർഷം കുറച്ചധികം ഉണ്ടായി എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് സംഭവം. കൊള്ളാല്ലേ. കിളികൾ കുത്തില്ല എന്നാണ് കേട്ടോ. ഇത് കിളികളൊന്നും കുത്തില്ല, അണ്ണാനോ കിളികളൊന്നും കുത്തുന്നില്ല. ഉറുമ്പ് കയറും ഇതിനകത്ത് നല്ലോണം. എവിടെയാ? ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മനെ ഞാൻ ഭയങ്കരമായിട്ട് കളിയാക്കി. ഇതെന്തിനാണ് ഇത് ചെയ്യണേ അമ്മേ, വെറുതെ സമയം കളയാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അമ്മേനെ കളിയാക്കിയായിരുന്നു കേട്ടോ. പക്ഷെ സംഭവം അല്ല കിടുക്കാച്ചിയായിട്ട് ഉണ്ടായി. അതേ ഞാൻ തന്നെ ഇത് നല്ലോണം ആസ്വദിച്ച് കഴിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ ഇടയിൽ കൂടി വരിക എന്നുള്ളതൊരു ചെറിയ ടാസ്കല്ല. കൊള്ളാം. കളറായിട്ടുണ്ട്. ഇത്തവണ എന്തായാലും അന്തോളിച്ചിട്ടും ഭാഗ്യമുണ്ട്, ശില്പയ്ക്കും ഭാഗ്യമുണ്ട്, ലഭിക്കും ഭാഗ്യമുണ്ട്. ഏറ്റവും രസം, വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ട് ഇന്നേ വരെ ഇവരാരും കഴിച്ചിട്ടില്ല കേട്ടോ. ബേബിച്ചി മിന്നും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. സപ്പോർട്ടയ്ക്ക് ചീത്തയായി പോയല്ലോ. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പോയതാണ് കേട്ടോ അത്. തുളസി, മുടിയിലേക്ക് അത്തച്ചക്ക പഴുത്തോ? അത്തച്ചക്ക പഴുത്തിട്ടില്ല. ഈ വെളുത്ത പൊടി പോവാൻ വേണ്ടിയിട്ട് അമ്മച്ചി എന്തോ ഒരു സാധനം ചെയ്യാതെ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തോ ഒരു സ്പ്രേ ചെയ്യാറുണ്ട്. കോവലിൻ്റെ അവസ്ഥ എന്താ? ഇട്ടൊക്കെ നൈസായിട്ട് താഴത്തേക്ക് പോകാം, അതായിരിക്കും നല്ലത്. അമ്മ നല്ല പൂട്ടി അടിച്ചിട്ടുണ്ട്. മുടിക്ക് വേണ്ടിയിട്ട് എണ്ണ കാച്ചുമ്പോൾ എണ്ണയിലൊക്കെ ഇടുന്ന സംഭവം ഉള്ളല്ലേ. മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്, കളറായിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി എനിക്ക് അന്തോണിച്ചൻ്റെ ഡ്രസ്സിന് അളവെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അയ്യോ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അവനെയും കൊണ്ട് നമ്മുടെ ഇനിയമ്മയുടെ അടുത്ത് പോയിട്ട് അളവെടുക്കണം. അവൻ്റെ കറക്റ്റ് ഫിറ്റിന് ലിങ്ക് കിട്ടില്ലല്ലോ, ലൂസായിപ്പോയില്ല. അപ്പോൾ അത് വൃത്തികേടായല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ വന്ന് ഗ്രില്ല് എപ്പോഴും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേബിച്ച് ഗ്രില്ല് ഇപ്പം തുറക്കാൻ പറ്റില്ല, ഗ്രില്ല് തുറന്ന് ഓടിപ്പോവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഗ്രില്ല് ഇങ്ങനെ അടച്ച് ലോക്ക് ചെയ്യാൻ പതിവ്. അപ്പോൾ നമ്മൾ പോട്ടിയും കായയും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ചാണ്ട് അമ്മ വയ്ക്കണേ. കുറേ നാളായി അമ്മ വീട്ടിൽ പോട്ടി വാങ്ങിച്ചിട്ട്. ഇത്തിരി എനിക്കറിയോ ഇന്നത്തുള്ളതാണോ? നമ്മളിതൊക്കെ അടക്കി പെറുക്കി ഒക്കെയാണ്. ചെക്കനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു ചെക്കൻ നുങ്ങിപ്പോയി. പാവള പുളിയൊക്കെ
സോ അപ്പം എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ചൊത്തിരി നല്ലോണം ലേറ്റായിപ്പോൾ എല്ലാം കൊണ്ടും. കാരണം ഒന്നാമത് വന്നപ്പോൾ തന്നെ ഒരു നേരമായി. സോ അപ്പം ഈ കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ വറുത്തരിച്ച പൊട്ടിക്കറിയൊക്കെ കൂട്ടിയിട്ടായിരുന്നു എൻ്റെ ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഡയറ്റ് അങ്ങ് മറക്കും. എന്തൊരു പേര്? എന്താണ്? അയ്യോ, ഇതിനൊരു പേരുണ്ടല്ലോ. എന്ത് പേരാണെന്ന് നോക്കാം. എവിടെ നിന്ന് വാങ്ങിച്ചു? ഏത് ഫാമിൽ നമ്മൾ ഏത് ഫാമാണെന്ന് എനിക്കറിയാം. വയനാട് നിക്കോണിയ. നല്ല പേര്. കുഞ്ഞ് അങ്ങോട്ട് ഓടി കിടക്കണേ. അമ്മ പോകുന്നതിന് മുമ്പ്, യുകെക്ക് പോകുന്നതിന് മുമ്പ് അമ്മ ഒരു ചെടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൂക്കോണ കാര്യത്തില് എനിക്ക് സംശയമായിരുന്നു, അമ്മയ്ക്ക് സംശയമായിരുന്നു. പക്ഷെ അത് സക്സസ്ഫുള്ളി പൂത്തിരിക്കും. ഉച്ച കഴിഞ്ഞപ്പോൾ റോസും ലൂക്കാച്ചനും വന്നിട്ടുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ തന്നെയായിരുന്നു, ഒന്നും പറയണ്ട. പിള്ളേർ സെറ്റൊക്കെ ഹാപ്പി. പിന്നെ മൊത്തത്തിലൊരു ഓളങ്ങോട്ടായിരുന്നു കേട്ടോ. ലൂക്കാച്ചൻ വന്നതേ പിന്നെ പിള്ളേർ സെറ്റ് കളി തുടങ്ങി. വീട്ടിലെ പേരയ്ക്ക ഓഫ് കോഴ്സ്. ഇന്നലെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. ബുക്സ് വീക്കെൻഡ് അല്ലേ, അപ്പോൾ പത്തെണ്ണം. Let me close the door. കൂടിന്താണ് മാതാവേ അമ്മന്റെ ആശീർവാദം ഈശ്വരസ്മിതാവേ ഈശ്വരസ്മിതവരെ കുഞ്ഞുമലാകെ കൂട്ടും ഞാനാലുട്ടപ്പി കുട്ടിച്ചാത്തൻ Lukacha, are you okay, baby? യെസ്. പിന്നെ നമ്മൾ നേരെ തന്നെ നമ്മുടെ കാലടിയിലേക്ക് പോകുന്നൊരു പാലമുണ്ട് കേട്ടോ. ഒരു പുതിയ പാലമാണ്, നല്ല രസമാട്ടോ കുട്ടികളെയും കൊണ്ട് പോയിരിക്കാനും. ഈവനിങ് വൈബ്, ഒരു നല്ല വൈബ് തന്നെയാണ് അവിടെ. പിന്നെ നമ്മൾ ഒരുപാട് നേരം നമുക്ക് അവിടെ വണ്ടി നിർത്തിയിടാൻ പറ്റില്ല, കാരണം നമ്മുടെ കുഞ്ഞു സെറ്റുകളൊന്നും അത്ര നല്ല ഉണ്ണികളല്ലാത്ത കാരണം കൊണ്ട്. പിന്നെ ശില്പയൊക്കെ കാറിൽ തന്നെ ഇരുന്നു, കാരണം ബേബിച്ച് കാറി കയറിയതേ ഉറങ്ങിപ്പോയി. ആ ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ വന്നിട്ട് മിന്നുന് ഔട്ട്സൈഡ് ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കനമുള്ള ഫുഡുകളൊന്നും നമ്മൾ കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങി പോവാം. എത്തിയിരിക്കുന്നു, വെറുതെ കറങ്ങി പോവാന്ന് വിചാരിച്ചു. ആക്ച്വലി അവിടെ വരെ വന്നിട്ട് നമ്മളൊരു കോഫി കുടിക്കാണ്ട് പോകുന്നത് മോശമല്ലേ. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഹോർലിക്സും പിന്നെ പിള്ളേർ സെറ്റുകൾ മിന്നൂട്ടിക്ക് നമ്മൾ ഔട്ട്സൈഡ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം അത് ഇത്തിരി ഡേഞ്ചർ ആയത് കാരണം കൊണ്ട് മിന്നൂട്ടി സെറ്റായി. ഞാൻ വേഗം തന്നെ ഒരു ഹോർലിക്സ് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് എവിടെ പോയാലും ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ്, എന്താ അറിയില്ല, പണ്ടേ തുടങ്ങിയുള്ളതാണ്. പിന്നെ നമ്മൾ നേരെ തന്നെ വീട്ടിലേക്ക് വിട്ടോ. പിന്നെ എന്താ ഓക്കെ എന്നിട്ട് വേണ്ടത് ചേച്ചി? അത് വേണോ? അത് വാങ്ങിക്കാടാ. ആ ഓക്കെ. ആക്ച്വലി പച്ചക്കറി വാങ്ങുക എന്നുള്ള പർപ്പസിൽ തന്നെയാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത്. ഇവിടെ അല്ലെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറവിന് കിട്ടും. ബേബിച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ദൈവം, അതൊന്നും എടുക്കാൻ പാടില്ല. വേണ്ട എന്തോ ഉച്ചതേന. പിന്നെ വൈകുന്നേരത്തെ എൻ്റെ ഡിന്നർ റോസ് വന്നതേ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ബഹളമാണ് കുട്ടിപ്പട്ടാളം എല്ലാവരുമായിട്ട്. അപ്പോൾ ഇന്ന് മഴയൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.